പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 39-ാം ദിവസം. മിക്ക പ്രവാചകന്റെ ഗ്രന്ഥം 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രഹാത്തോട് കാരുണ്യവും കാണിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം ആനന്ദിക്കുന്നത് അവിടുത്തെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നതിലാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളെ വകവയ്ക്കാതെ അവിടുത്തെ കാരുണ്യം നിസ്സീമമായി നമ്മുടെ മേൽ ചൊരിയുന്നു. മിക്ക പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് അവിടുന്ന് അരുളി ചെയ്യുന്നത് വറ്റാത്ത കാരുണ്യം തൻ്റെ ജനത്തിൻ്റെ മേൽ അവിടുന്ന് വർഷിക്കും എന്നാണ്. ഇത്രമാത്രം പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവം വേറെ ആരുണ്ട് എന്ന് പ്രവാചകനിലൂടെ അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിക്കുക നമ്മുടെ ജന്മ അവകാശമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. നാം പാപികളായിരിക്കെ തന്നെ ദൈവം തൻ്റെ കരുണയുടെ അഭിഷേകം നമ്മിലേക്ക് ചൊരിയുന്നു. അവിടുത്തെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. അവിടുത്തേക്ക് കാരുണ്യം കാണിക്കാൻ മാത്രമേ അറിയാവൂ എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ പൂർവപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയും അവരോട് കാണിച്ച കാരുണ്യം നമ്മളിൽ അവിടുന്ന് തുടരുകയും ചെയ്യും. ദൈവത്തിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്കെങ്ങനെ നിലനിൽക്കാനാവും? ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്നോട് കൃപ തോന്നണമേ എന്ന്. എന്തെന്നാൽ നമ്മുടെ പാപങ്ങൾ വലുതാണ്, എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ പാപ തകർച്ചകളിൽ നാം പൂണ്ടുകിടക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നുന്നത് വരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. അവിടുത്തെ സ്നേഹ സാന്ത്വനം നമ്മെ ആപാദചൂടം ചൂഴ്ന്നു നിൽക്കട്ടെ. അവിടുന്ന് വർഷിക്കുന്ന കാരുണ്യം അനുഭവിച്ച് നാം
നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കട്ടെ. അങ്ങനെ അവിടുന്ന് നമ്മുടെ ദൈവവും നാം അവിടുത്തെ ജനവുമാണെന്ന ഉടമ്പടി ഒരിക്കൽ കൂടെ നമ്മളിൽ അവിടുന്ന് ഉറപ്പിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ പാപത്തകർച്ചയിൽ ഞാൻ വീണ് കിടക്കുമ്പോൾ അവിടുത്തെ കരം എൻ്റെ മേൽ നീട്ടണമേ. എൻ്റെ പാപങ്ങളിലേക്ക് നോക്കാതെ അങ്ങയുടെ കാരുണ്യത്തിലേക്ക് നോക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.